എല്ലാവർക്കും ജമാൽ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുമ്പോൾ കുബൂസാണ്. അപ്പൊ ഇത് ഞാൻ പഠിച്ചെടുത്തത് ഇറ്റലിയിൽ നിന്നാണ്. ഞാൻ കുറെ കാലം കുബൂസ് ഉണ്ടാക്കിയിട്ട് റെഡി ആയിട്ടില്ല. എന്നെ പഠിപ്പിച്ചത് കാസർഗോഡിലെ അരിയിൽ ഉള്ള ഒരാളാണ്. അയാളിപ്പോ അമേരിക്കയിലാണുള്ളത്, ഞാനിപ്പോ സിംഗപ്പൂരാണുള്ളത്. ഞാൻ 14,000 ജോലി ചെയ്തിട്ടുണ്ട്. 35 വർഷമായി കുക്കിംഗ് ചെയ്യുന്നത്. ഞാൻ ഫേസ്ബുക്കിൽ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. അൽഹംദുലില്ലാ അത് റെഡിയായി. ഇനി ഞാൻ യൂട്യൂബിൽ കത്തിക്കാൻ പോവാണ്. അപ്പൊ ഊതി കത്തിച്ചാൽ എന്തായി എല്ലാം റെഡിയാവും. അപ്പൊ ഇതിന് 1 കിലോ മൈദയാണ് എടുക്കുന്നത്. അപ്പൊ കുബൂസിന് 1 കിലോ മൈദക്ക് 1 ടേബിൾ സ്പൂൺ കമീറ വേണം, ഈസ്റ്റാണ്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ കല്ലുപ്പാണ്. ഇനി കല്ലുപ്പില്ലെങ്കിൽ പൊടിയുപ്പിട്ടാൽ മതി. പിന്നെ അര ടീസ്പൂൺ കരിഞ്ജീരകമാണ്. പിന്നെ 500 വെള്ളമാണ് വേണ്ടി. 500 വെള്ളം വേണം. പിന്നെ വേണ്ട 1 ടേബിൾ സ്പൂൺ ഓയിലാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യണം വെച്ചാൽ ഒരു 10 മിനിറ്റ് വെക്കണം. അപ്പൊ കുബൂസ് നമ്മൾ കുഴച്ചെടുത്തു. ഇതുപോലെയാണ് കുഴച്ചെടുക്കേണ്ടത്. ഇതിനെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 1 മണിക്കൂർ വെക്കണം. നന്നായിട്ട് അലുമിനിയം ഫോയിൽ കൊണ്ടോ അല്ലെ പ്ലാസ്റ്റിക് കൊണ്ടോ നന്നായിട്ട് മൂടി വെച്ചിട്ട് 1 മണിക്കൂർ വെക്കണം. അധികം നേരം കുഴക്കാൻ പാടില്ല. അധികം നേരം കുഴച്ച് കഴിഞ്ഞാൽ കുബൂസ് നന്നാവില്ല. അപ്പോൾ ഒരു മീഡിയം തരത്തിൽ കുഴക്കുക. ഇതാ പൊറാട്ടയ്ക്ക് കുഴക്കുമ്പോൾ തന്നെ കുഴച്ചാൽ മതി. പക്ഷെ പൊറാട്ടയ്ക്ക് കുറേ നേരം കുഴക്കണം, കുബൂസിന് കുറച്ച് നേരം കുഴച്ചാൽ മതി. ഒരു 10 മിനിറ്റ് കുഴച്ചിട്ട് അവിടെ വെക്കുക. എന്നിട്ട് പിന്നീട് ഒരു കുഴയും കൂടിയും കുഴച്ചാൽ റെഡിയായി. അപ്പൊ കുബൂസ് 1 മണിക്കൂർ കഴിഞ്ഞു. 1 മണിക്കൂർ കഴിഞ്ഞാൽ നല്ലോണം പൊന്തി വരും. പൊന്തി വരുന്ന സമയത്ത് എന്ത് ചെയ്യുക വെച്ചാൽ ഇതുപോലെ പിടിക്കുക. ഇത് 30 ഗ്രാം എടുക്കുക. അപ്പൊ 30 ഗ്രാമാണ് എടുക്കുന്നത്. 30 ഗ്രാം തൂക്കിയിട്ട് എടുക്കുന്നത്. അപ്പൊ സുമാറ് പിടിച്ചാൽ 30 ഗ്രാം ഉണ്ടാവും. എന്നിട്ട് ഇതുപോലെ ട്രൈയിൽ വെക്കണം, പേപ്പർ വെച്ചിട്ട്, ബട്ടർ പേപ്പർ വെച്ചിട്ട്. അടുത്തടുത്ത് വെക്കരുത്. അടുത്തടുത്ത് വെച്ചാൽ ഇത് ഡബിൾ ആവും കുറച്ച് കഴിഞ്ഞാൽ. 1 മണിക്കൂർ കഴിഞ്ഞാൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ചുണ്ടേത്. അപ്പൊ നമ്മളെ കുബൂസ് റെഡി ആയിട്ടുണ്ട്. കുബൂസ് 1 മണിക്കൂർ ആദ്യം വെച്ചു. രണ്ടാമത്തെ ബോൾ പിടിച്ചിട്ട് 30 ഗ്രാമാണ്. അപ്പൊ അതിന്റെ വലുപ്പം കണ്ടെങ്കില് അപ്പൊ അതിന്റെ വലുപ്പം നേരെ ഡബിളായി. ഇനി ഇതൊന്ന് പരത്തിയിടണം. എന്നിട്ട് ഒരു 20 മിനിറ്റ് വെക്കണം. അപ്പൊ ഇതുപോലെ കുറച്ച് മൈദ കൂട്ടിയിട്ട് എന്ത് ചെയ്യാ, ഒന്ന് പരത്തി വെക്കണം. പരത്തി വെച്ച് കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ തുണിയിട്ട് വെക്കണം. തുണിയിട്ട് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യൂ, ഒന്നിങ്ങ് പൊന്തും. അന്നേരം അങ്ങ് ചൂടുക തന്നെ, വേറൊന്നുമില്ല. ഇത് നാളെ വരും. ആരും ഇന്ന് പ്രതീക്ഷിക്കേണ്ട. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ. നാളെ ഒരു ബിരിയാണി വരുന്നുണ്ട് യൂട്യൂബിലേക്ക്. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. ഒരു 54 സബ്സ്ക്രൈബർ ഓൾറെഡി ആക്കി. അപ്പോ ഇനിയും ആവും. ഇന്നൊരു 100 ഞാൻ എങ്ങനെങ്കിലും ആക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ എല്ലാവരും അറിയാത്ത എല്ലാം ഒന്ന് യൂട്യൂബ് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് ഞാൻ എന്റെ ലിങ്ക്. അപ്പൊ എന്റെ ഫോട്ടോ വെച്ചിട്ട് ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട്. എല്ലാം ഒന്നേക്കോ പാനി പോയി. അപ്പൊ കുബൂസ് നമ്മൾ പരത്തിയിട്ട് കഴിഞ്ഞാൽ ഇതാ പരത്തിയം പാടില്ലാണ്. ഇത് കണ്ട കട്ടി കുറവ്. പരത്തിയിട്ടിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞൊക്കെ കണ്ട പൊന്തിയില്ല. ഇനിയാണ് ചുണ്ടിയത്. അപ്പൊ ഇതാണ് പാത്രം. നിങ്ങൾക്ക് പാത്രം കണ്ടാൽ അറിയാം. പാത്രത്തിന്റെ മുകളിൽ ഇടുക. ഇതിന്റെ പൊന്തി വരുന്നേരം താഴെ ഇടുക. ലേശം ഒരു 2 സെക്കൻഡ് കൊണ്ട് 3 സെക്കൻഡ് കൊണ്ട് സംഗതി ചെയ്യും പരിപാടി. ഞാൻ കുബൂസ് ചുടുന്നത് ഇതിലാണ്. ഇതെന്ന് പറഞ്ഞാല് കമീറ പാത്രം എന്നാണ് ഇതിന് പറയാ. ഇതുണ്ട സാധനം. ഇത് കമ്പിയാണ് മേലുള്ളത്. നാട്ടിലുള്ളവരൊന്നും ഇതിനകത്ത് ചുടണ്ട. കാരണം വെച്ചാൽ ഭയങ്കര കറണ്ട് ചെലവായിരിക്കും. ഇവിടെ പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോ എന്ത് ചെയ്യാന്ന് വെച്ചാല് നാട്ടിലുള്ളവര് ഫ്രൈ പാനിൽ ചുടുക. ഈ പരത്തുന്നേരം ഒന്നുകൂടി ലേശം വലുതാക്കി പരത്തുക. ഇതിന്റെ അട വെക്കുക. ഇതിന് എന്ത് ചെയ്യുക, ഫ്രൈ പാനിൽ ചുട്ടെടുത്താൽ അടിപൊളിയായിരിക്കും. ഓക്കെ, ഒന്ന് കുലുക്കി കൊടുത്താൽ മതി. മനസ്സിലായോ? ഫ്രൈ പാനിലിട്ടിട്ട് ഒന്ന് കുലുക്കി കൊടുത്താൽ അടിപൊളിയാവും. കുലുക്കി ഒന്ന് തിരിച്ചിടുക. അമ്മ പൊന്തിങ്ങി പോരും. അപ്പോ പൈസക്കാർക്ക് പ്രശ്നമില്ല. നമ്മളെ ഇപ്പോ നാട്ടിലൊരുപാട് പൈസക്കാരല്ലേ, ഒരിറ്റൊന്നും വാങ്ങിയാലൊന്നും പ്രശ്നമില്ല. കാരണം വെച്ചാൽ ഒരിക്കലും പ്രശ്നമില്ലല്ലോ. ഞാൻ നമ്മളെ സാധാരണക്കാരെ കൊണ്ടാണ് പറഞ്ഞത്. പിന്നെ UAE-യിലുള്ളവർക്കൊന്നും കുബൂസ് ചുടേണ്ട ആവശ്യമില്ല. ഒരിക്കലും ചുട്ട കുബൂസ് തന്നെ ₹1 കൊടുത്താൽ കിട്ടും.
അപ്പൊ അങ്ങനെയാണ് സംഭവം. അപ്പൊ നമ്മളെ കുബൂസ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ മുകളിൽ ഇങ്ങനെ വെക്കുക. ഇതാണ് മെഷീൻ, കുബൂസിന്റെ മെഷീനായത്. ഓവണിലും ചൂടാ. ഇതൊന്ന് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഒന്ന് താഴെ വെക്കണം. ഗ്ലൗസ് ഇട്ടിരിക്കുന്നു പറയും. അപ്പം ഇങ്ങനെയാണ് കുബൂസ് ചുട്ടെടുക്കുക കേട്ടോ. നല്ല അടിപൊളി കുബൂസാണ്. കുബൂസ് ഇതിൻ്റെ ഉള്ളിൽ എടുത്തിട്ടുള്ള കുബൂസ് കേട്ടോ. ഇതാണ് കുബൂസ്, സൂപ്പർ കുബൂസാണ്. ചുട്ട് നോക്കിക്കോളൂ. പിന്നീട് ഫ്രീസറിൽ വെക്കാം, അപ്പം തന്നെ കഴിക്കാം, ഒരു കുഴപ്പമില്ല. ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് നേരം മുന്നേ പുറത്തെടുത്ത് വെക്കണം.